guys, Namaskaram, Vanakkam, Namaste, and this time for Jailer 2. വലിയൊരു അനൗൺസ്മെന്റ് ഒരു മണിക്കൂറിന് മുമ്പ് യൂട്യൂബിൽ ട്രെൻഡിങ്ങിലായിട്ട് ഇങ്ങനെ ഒരു തീപ്പൊരി പൊട്ടിച്ചുകൊണ്ട് ഒരു ഐറ്റം വന്നിട്ടുണ്ട്. ജയിലർ 2-ന്റെ രണ്ടാം ഭാഗത്തിന്റെ അനൗൺസ്മെന്റ് ആണ് മക്കളെ വന്നിട്ടുള്ളത്. അതിന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് വന്ന് നോക്കുമ്പോഴേക്കും 34 മിനിറ്റ് കൊണ്ട് ഇപ്പൊ ഒരു മണിക്കൂർ കൊണ്ട് 1 മില്യന് മുകളിൽ 1.5 മില്യൺ സംഭവങ്ങളായി. ആൻഡ് ദ ഹുക്കും ഈസ് ബാക്ക് എന്നാണ് പറയുന്നത്. നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആൻഡ് ആരൊക്കെ ഉണ്ട്, ലാലേട്ടൻ ഉണ്ടോ അതൊന്നും അറിയില്ല. ഒരു 4 മിനിറ്റിലെ അനൗൺസ്മെന്റ് വീഡിയോ ആണ്. നേരെ പോയിട്ട് കാണാം എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്. Are you ready for Hukum? Let's see. மேலும் மற்றொரு புதிய காற்றழுத்த தாழ்வு மண்டலம் முகத்துடன் நகர்ந்து வருவதாக வானிலை ஆய்வு மறுபடியும் நம்ம வேணா திரும்பி சென்னைக்கே போயிடலாமா? சைக்கிள் நீ சென்னையில தான் ஜி, அதனால தான் ஸ்டோரி டிஸ்கஷனுக்கு உங்களை கோவா கூட்டிட்டு வந்திருக்கிறேன் ஜி. மக்கள்லாம் என்ன ஜி பண்ணுவாங்க நம்ம இல்லாம? நம்ம இருந்தா என்ன பண்ணுவாங்களோ அதே தான் பண்ணுவாங்க ஜி. ஓஹோ, அப்போ ஓகே. பெரிய தார் அப்படியே சைக்கிளோட சுத்தி ஜி. நிறைய டைம் இருக்குல்ல ஜி, நம்ம இந்த டிஸ்கஷன் ஒரு few monthsக்கு அப்புறம் வச்சுக்க கூடாது? உங்களுக்கு என்ன ஜி, வார ஏதாவது ஒன்று ரிலீஸ். ഇത് ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തിട്ട്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം അനൗൺസ്മെന്റിന്റെ കാര്യത്തിലും നെൽസണ്, അനിരുദ്ധ്, എനിക്കൊന്ന് ജയിലറിന്റെയും അതേപോലെ മറ്റേ പടം ഉണ്ടല്ലോ നമ്മുടെ തലപതിന്റെ പടത്തില് ആ ഒരു അനൗൺസ്മെന്റ് വീഡിയോ ഹിറ്റായിരുന്നു. ഇതെന്തായാലും ഇവർ ആ കോമ്പിനേഷനിൽ ഹിറ്റ് ആവുന്നതാണ് വിചാരിക്കുന്നത്. ആൻഡ് വെയിറ്റിംഗ് ഫോർ തലവൻ ഉണ്ടോന്ന് അറിയില്ല. ലെറ്റ്സ് സീ അഗൈൻ. நமக்கு அப்படியா? கடைசியா என் படம் வந்ததுக்கு அப்புறம் 5 புயல் வந்துச்சு, ட்ரம்ப் திருப்பி வந்துட்டாரு. எனி டைம் ஓகே ஒரு 5 minutes அப்படியே சைலண்டா மெடிடேட் பண்ணிட்டு யோசிப்போமா? சூப்பர் காம்போடா. ஆட்டியாச்சு. மெடிடேஷன் பண்ணி தான் மாட்டேங்க. கால கண்ணாடியில் என்னெல்லாம் தெரிஞ்சு நிட்டி பாப்போம். ஓகே, let's see. Here he comes. Oh man. Aiva. That BGM hitting again. The Hukum, one and only. Oh. Aiva. Anirudh മ്യൂസിയം സെമ്മ. The last Jailer 1-ലെ സെയിം BGM ആണ്. Let's see. Talaiva. Va Talaiva va. Aiva. Here he comes, the Hukum, man. Superstar. Oh. Sun Pictures. Khaled Nidhi Maran presents. Aiva. Oh. മുഖം കാണിച്ചില്ല ഇതുവരെ. Aiva. Okay. Appa. Shit. Ma. Appa. God. Love you. பாருங்க, பாயில இருந்து கீழ வந்தது கூட தெரியாம போய் நிக்கறாரு. நெல்சா செஞ்சிட்டார் நெல்சா. ஓ. Aiva. Oh. Lance. Oh. Yeah, Mona. Oh man. Oh. Mass man. Talaver Mass. Superstar. Hukum. Oh, look at that. The bloody Talaivar, man. Bloody Hukum. Superstar. And not only Rajnikant, man. Oof. பயங்கரமா இருக்கு நெல்சா. இது வெப்பன் இல்லாம. Oh, man.
Look at this, Jailer. Jailer 2. Atamay Raja. Nelson. Commencing soon. Okay, guys. Jailer. ഒന്നും പറയാനില്ല, അഡാറ് സംഭവം, വേറെ ലെവൽ സാധനം. ജയിലർ 2, ജയിലർ 1 ഉണ്ടാക്കിയ ഓളം നമുക്കറിയാം. 500 കോടിയോ മറ്റാണ് കളക്ട് ചെയ്തത് ബോക്സ് ഓഫീസിൽ. ആൻഡ് തലവരുടെ കരിയറിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ് നമ്മൾ കണ്ടു, തിയേറ്ററിൽ പോയിട്ട് കണ്ടതാണ്. ആൻഡ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം യെസ്, നമ്മുടെ ലാലേട്ടനൊക്കെ വന്ന് ആറാടിയ പറഞ്ഞാൽ അതിന്റെ അപ്പുറം ഒരു ആറാട്ടലില്ല. അജാദിന കന്നഡ സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാർ ഒന്നും പറയണ്ട, വേറെ ലെവൽ തലവർ വിളയാട്ടായിരുന്നു. സോ അതിന്റെ രണ്ടാം ഭാഗമാണ് വരുന്നത്. ഒബ്വിയസ്ലി ആൻഡ് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ പീക്കാണ്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കുറച്ച് ബ്ലഡ് ഷെഡ് കാണാൻ പറ്റും. ബിക്കോസ് ഒരിക്കൽ കത്തിയുണ്ട്, തോക്കുണ്ട്, ആൻഡ് ബ്ലഡോട് ബ്ലഡ് ആയിരിക്കും. ആ ഒരു ബ്ലഡ് ഷെഡ് ആയിരിക്കും, ബ്ലഡ് ബാത്ത് ആയിരിക്കും. ഇപ്പൊ എല്ലാം വയലന്റ് സിനിമയാണല്ലോ. ആൻഡ് അങ്ങനത്തെ കുറച്ചും കൂടി ആക്ഷന് കുറച്ചും കൂടി പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സിനിമയായിരിക്കും എനിക്ക് തോന്നുന്നു. എനിവേ, നെൽസൺ ആൻഡ് അനിരുദ്ധ് ജോയിനിങ് അഗെയിൻ ടുഗെദർ. നമ്മൾ ഇപ്പം കണ്ടല്ല അനിരുദ്ധില് ജയിലറിലെ ഫസ്റ്റില് കണ്ട സെയിം BGM. ആൻഡ് ജയിലർ 2 പാട്ട്, അതിന്റെ BGM അനിരുദ്ധ് എന്താണ് ആക്കി വെക്കുന്നത് എന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. ആൻഡ് കമൻസിങ് സൂൺ ആട്ടോ. എനിക്കൊന്നും ഷൂട്ടിംഗ് ഒന്നും തുടങ്ങിയില്ല. ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നതായിരിക്കും, മേ ബി, അറിയില്ല. എനിവേ, കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി കാത്തിരിക്കാം. തലവർ 1 and only സൂപ്പർ സ്റ്റാർ തലവൻ, സ്റ്റൈലിഷ് പറഞ്ഞാൽ പക്ക സ്റ്റൈലിഷ് മാൻ. ആൻഡ് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ക്വസ്റ്റ്യനല്ലോ, മാത്യു ദ ബോംബെ മാത്യു രണ്ടാമത്തെ സീസണിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗത്തിൽ ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ തന്നെ അത് വേറെ ലെവലായിട്ട് വേറെ ക്യാരക്ടറായിട്ട് വരുമോ? എനിക്ക് തോന്നില്ല. ഇനി വേറെ മോഹൻലാൽ എന്നുള്ളത് പകരം മേ ബി വേറെ ആക്ടേഴ്സിനെ വെച്ചിട്ടായിരിക്കും ചെയ്തത്. എനിക്ക് എങ്ങനെ പ്ലാൻ ചെയ്യുന്ന അറിയില്ല. ബട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാത്യുവിന്റെ ആ ഒരു BGM ഒന്നും ഇപ്പോഴും മറക്കുന്നില്ല. മറ്റേ ആ ഒരു സംഭവം ഏതായാലും കിടക്കുന്നുള്ളത് ഉറപ്പാണ്. 2025-ലോ 26-ലായിരിക്കും, മേ ബി 25-ലായിരിക്കും, അറിയില്ല. എനിവേ, ജയിലർ 2 പക്ക ഒരു തീ ഐറ്റായിട്ടാണ് വരുന്നത്. അനിരുദ്ധ് ആൻഡ് സൂപ്പർ സ്റ്റാർ ആൻഡ് നമ്മുടെ സ്വന്തം നെൽസൺ. സോ ഗൈസ്, അപ്പൊ എത്രയേ ഉള്ളൂ. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ഫിലിം. കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരട്ടെ. ജയിലർ 2 പുറത്തിറങ്ങാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക ഗൈസ്. സോ കീപ് വാച്ചിങ് ആൻഡ് റിമെമ്പർ ദ നെയിം ഗൈസ്. ബൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.